തൃഷ വിജയ് കൂട്ടുകെട്ടിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പതിറ്റാണ്ടുകൾക്ക് മുമ്പ് എം.ജി.ആറും ജയലളിതയും തമിഴകത്ത് സൃഷ്ടിച്ച അതേ ചരിത്രം വീണ്ടും ആവർത്തിക്കപ്പെടുകയാണോ? ഔദ്യോഗിക ചടങ്ങുകളിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനൊപ്പം മുൻനിരയിലെ സാന്നിധ്യം ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്ത അതിവൈകാരികമായ പ്രത്യേക നിമിഷങ്ങൾ സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്ന വെറും ഒരു സൗഹൃദ കാഴ്ച മാത്രമാണോ ഇത്? ഇതിനു പിന്നിൽ തമിഴ് രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന വലിയൊരു സമവാക്യമുണ്ടോ? വെള്ളിത്തിരയിലെ ഇതിഹാസ കൂട്ടുകെട്ടിൽ നിന്ന് അധികാരത്തിന്റെ ഇടനാഴികളിലേക്ക് എത്തുമ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം മറ്റൊരു നിർണായക യുഗത്തിലേക്ക് ചുവട് വെക്കുകയാണോ എന്ന് നമുക്ക് ആഴത്തിൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. സോഷ്യൽ മീഡിയയിലും ദേശീയ പ്രാദേശിക മാധ്യമങ്ങളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ചെന്നൈയിലെ ഫോർട്ട് സെന്റ് ജോർജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് പതാക ഉയർത്തിയ സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ നടി തൃഷ കൃഷ്ണൻ മുൻനിരയിൽ തന്നെ പങ്കെടുത്തതാണ് ഈ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയത്. മഞ്ഞ സാരി ധരിച്ച മുല്ലപ്പൂവും ചൂടി പരമ്പരാഗത തമിഴ് ശൈലിയിലെത്തിയ തൃഷ ചടങ്ങിനെത്തിയത് സ്വന്തം അമ്മ ഉമാകൃഷ്ണനൊപ്പമായിരുന്നു. ഇരുന്നതാകട്ടെ മുഖ്യമന്ത്രി വിജയുടെ മാതാപിതാക്കളായ എസ് എ ചന്ദ്രശേഖരനും ശോഭ ചന്ദ്രശേഖരനും തൊട്ടടുത്ത. പരേഡ് കടന്നുപോയപ്പോൾ തൃഷ എഴുന്നേറ്റ് നിന്ന മുഖ്യമന്ത്രി വിജയിയെ സല്യൂട്ട് ചെയ്യുന്നതും മുഖ്യമന്ത്രിയുടെ അമ്മയോട് കാണിച്ച ആത്മബന്ധവുമെല്ലാം വളരെ വേഗത്തിലാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തരംഗമായി മാറിയത്. എന്നാൽ ഇത് ആദ്യത്തെ സംഭവമല്ല. കഴിഞ്ഞ മെയ് മാസത്തിൽ ചെന്നൈയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നടന്ന വിജയുടെ സത്യപ്രതിജ്ഞ ചടങ്ങിലും തൃഷ ഇതേപോലെ മുൻനിരയിൽ സന്നിഹിതയായിരുന്നു. അന്ന് വിജയുടെ അമ്മ ശോഭയെ തൃഷ സ്നേഹപൂർവ്വം കെട്ടിപ്പിടിച്ചതും വലിയ രീതിയിൽ മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വന്ന നാളുകളിലും ഇരുവരുടെയും സൗഹൃദവും സാന്നിധ്യങ്ങളും വലിയ തലക്കെട്ടുകളായിരുന്നു. തമിഴ് സിനിമയിൽ ഗില്ലിയും കുരുവിയും തിരുപ്പാച്ചിയും തുടങ്ങി ഒടുവിൽ ഇറങ്ങിയ ലോകേഷ് കനകരാജ് ചിത്രം ലിയോ വരെ ബോക്സ് ഓഫീസ് തരംഗങ്ങൾ സൃഷ്ടിച്ച ഒരു വിന്റേജ് ഹിറ്റ് ജോഡി എന്നതിലുപരി ഔദ്യോഗിക രാഷ്ട്രീയ വേദികളിലെ ഈ ആവർത്തിക്കപ്പെടുന്ന സാന്നിധ്യം സിനിമാ പ്രേമികളിലും രാഷ്ട്രീയ നിരീക്ഷകരിലും വലിയ കൗതുകവും രാഷ്ട്രീയ ചർച്ചകളും ഉയർത്തുന്നു. തമിഴ്നാടിന്റെ രാഷ്ട്രീയ ചരിത്രം എടുത്തു നോക്കിയാൽ സിനിമയും അധികാരവും വ്യക്തിബന്ധങ്ങളും ഒരിക്കലും വെവ്വേറെ നിലനിന്നില്ല എന്ന വ്യക്തമാകും. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും കാണാൻ കഴിയാത്ത അത്ര ആഴത്തിലുള്ള ബന്ധമാണ് തമിഴ് സിനിമയ്ക്കും അവിടുത്തെ രാഷ്ട്രീയ ഭരണകൂടങ്ങൾക്കും ഇടയിലുള്ളത്. CN അണ്ണാദുരൈയുടെ കാലം മുതൽ കലൈஞർ കരുണാനിധിയും എം.ജി.ആറും ജയലളിതയും വിജയകാന്തും വരെ നീളുന്ന ഒരു വലിയ പാരമ്പര്യം ഇതിനുണ്ട്. വെള്ളിത്തിരിയിലെ ഇമേജിലൂടെ ജനങ്ങളുടെ ഹൃദയം കീഴടക്കുകയും പിന്നീട് ആ താരപരിവേഷത്തെ വോട്ട് ബാങ്കാക്കി മാറ്റി കോട്ടകൾ പിടിച്ചെടുക്കുകയും ചെയ്ത ചരിത്രമാണ് തമിഴ്നാടിൻ്റെത്. രാഷ്ട്രീയ പാർട്ടികളുടെ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സിനിമയേക്കാൾ വലിയൊരു ഉപകരണം തമിഴകത്ത് വേറെ ഉണ്ടായിരുന്നില്ല. ഇവിടെയാണ് എം.ജി.ആർ ജയലളിതയുമായുള്ള സമാനതകൾ പലരും ഗൗരവമായി ചർച്ച ചെയ്യുന്നത്. 1960കളിലും 70കളിലും തമിഴ് സിനിമയിലെ ഏറ്റവും ജനപ്രിയമായ താരജോഡിയായിരുന്നു എം.ജി.ആറും ജയലളിതയും. അവർ ഒരുമിച്ച് അഭിനയിച്ച 28 ചിത്രങ്ങളും വെള്ളിത്തിരയിൽ തീർത്തത് തകർപ്പൻ വിജയ ചരിത്രമായിരുന്നു. പിൽക്കാലത്ത് എം.ജി.ആർ DMK വിട്ട് AIDMK രൂപീകരിച്ച തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയായി അധികാരത്തിലെത്തിയപ്പോൾ ജയലളിതയെ രാഷ്ട്രീയത്തിലേക്ക് ക്ഷണിക്കുകയും പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിന്റെ അമരത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തിരുന്നു. സിനിമയിലെ ആ വിശ്വസ്തതയും ജനപ്രീതിയും പിന്നീട് തമിഴ് രാഷ്ട്രീയത്തിന്റെ തന്നെ തലവര മാറ്റിയെഴുതിയ വലിയൊരു രാഷ്ട്രീയ ശക്തിയായി മാറി. എം.ജി.ആറിന്റെ വിയോഗശേഷവും തമിഴകം കണ്ടത് പുരട്ചി തലൈവി എന്ന ശക്തമായ ഭരണാധികാരിയെയായിരുന്നു. കലൈஞർ കരുണാനിധിയുടെ രാഷ്ട്രീയ ജീവിതവും സിനിമയിൽ നിന്ന് മാറ്റി നിർത്താനാവില്ല. തീപ്പൊരി പാറുന്ന സിനിമാ സംഭാഷണങ്ങളിലൂടെ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ വിപ്ലവാത്മക ആശയങ്ങൾ സാധാരണക്കാരിലേക്ക് എത്തിച്ചാണ് അദ്ദേഹം തന്റെ രാഷ്ട്രീയ അടിത്തറ ശക്തമാക്കിയത്. MR രാധയും ശിവാജി ഗണേശനും ഉൾപ്പെടെയുള്ള അന്നത്തെ മുൻനിര താരങ്ങൾ രാഷ്ട്രീയ പ്രചരണങ്ങളുടെ മുൻനിരയിൽ നിന്നിരുന്നു. തമിഴ് ജനത എപ്പോഴും സ്ക്രീനിൽ കാണുന്ന മുഖങ്ങളെ കേവലം അഭിനേതാക്കളായല്ല, മറിച്ച് സ്വന്തം കുടുംബത്തിലെ അംഗങ്ങളായും നേതാക്കളുമായാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനപ്രിയ താരങ്ങളുടെ ഓരോ ചലനവും സൗഹൃദങ്ങളും പൊതുവേദികളിലെ നിൽപ്പ് പോലും വ്യക്തിപരം എന്നതിലുപരി വലിയ രാഷ്ട്രീയ മാനങ്ങളോടെയാണ് തമിഴകം എക്കാലത്തും വായിച്ചെടുത്തിട്ടുള്ളത്. ഇന്ന് തമിഴ്നാട് ഒരു പുതിയ തലമുറ രാഷ്ട്രീയ മാറ്റത്തിന് സാക്ഷ്യം വഹിക്കുമ്പോൾ സ്വാഭാവികമായും
ഇത്തരം താര സാന്നിധ്യങ്ങൾ കൂടുതൽ സൂക്ഷ്മമായി നിരീക്ഷിക്കപ്പെടുന്നുണ്ട്. ദ്രാവിഡ പാർട്ടികളുടെ പരമ്പരാഗത രാഷ്ട്രീയ കോട്ടകളിലേക്ക് പുതിയൊരു ശക്തി കടന്നു വരുമ്പോൾ ജനപിന്തുണയും മാധ്യമ ശ്രദ്ധയും ഒപ്പം നിർത്തുക എന്നത് ഏതൊരു പുതിയ രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും നിർബന്ധമാണ്. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി തെന്നിന്ത്യൻ സിനിമയിലെ ഒന്നാം നിര നായികയായി ലേഡി സൂപ്പർ സ്റ്റാർ പദവിയിൽ ഒട്ടും മങ്ങലേൽക്കാതെ നിൽക്കുന്ന തൃഷയെ പോലൊരു പ്രമുഖ വ്യക്തിത്വത്തിന്റെ സാന്നിധ്യം തീർച്ചയായും വലിയ രീതിയിലുള്ള പൊതുജന ശ്രദ്ധയും യൂത്ത് അപ്പീലും ആകർഷിക്കാൻ സഹായിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഡിജിറ്റൽ യുഗത്തിലെ സോഷ്യൽ മീഡിയ ഇടപെടലുകളെയും വിവാദങ്ങളെയും നമ്മൾ വസ്തുനിഷ്ഠമായി വിലയിരുത്തേണ്ടതുണ്ട്. അടുത്ത കാലത്തായി വിജയിയും തൃഷയും തമ്മിലുള്ള വ്യക്തിബന്ധത്തെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പല വിധത്തിലുള്ള അഭ്യൂഹങ്ങളും പ്രചരിച്ചിരുന്നു. ഇതിനിടയിലാണ് വിജയ്ക്കെതിരായ വിവാഹമോചന ഹർജി പിൻവലിക്കുകയാണെന്ന് ഭാര്യ സംഗീത സ്വർണലിംഗം അറിയിച്ചതായുള്ള വാർത്തകളും പുറത്തു വന്നത്. വ്യക്തിജീവിതത്തിലെ ഇത്തരം കാര്യങ്ങളെയും കുടുംബ വിശേഷങ്ങളെയും ഔദ്യോഗിക ചടങ്ങുകളുമായി കൂട്ടിക്കെട്ടി സോഷ്യൽ മീഡിയ പലപ്പോഴും വലിയ അർത്ഥതലങ്ങളും അതിരുവിട്ട ഗോസിപ്പുകളും നിർമ്മിക്കാറുണ്ട്. സിനിമയിൽ 1.5 പതിറ്റാണ്ടിലേറെ ഒപ്പം പ്രവർത്തിച്ച 2 സഹപ്രവർത്തകർ തമ്മിലുള്ള പരസ്പര ബഹുമാനവും കുടുംബവുമായുള്ള സ്വാഭാവിക സൗഹൃദമാണ് ഈ വേദികളിൽ കാണുന്നത് എന്ന ശക്തമായ വാദവും നിലനിൽക്കുന്നുണ്ട്. പ്രൊഫഷണൽ സൗഹൃദങ്ങളെ രാഷ്ട്രീയമായി ബന്ധിപ്പിക്കേണ്ടതില്ലെന്നും ഒരു വ്യക്തിക്ക് തന്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകന്റെ ചരിത്രപരമായ നേട്ടങ്ങളിൽ സാക്ഷിയാകാനുള്ള അവകാശമുണ്ടെന്നും വാദിക്കുന്നവരുണ്ട്. മുഖ്യമന്ത്രിയുടെ മാതാപിതാക്കളുമായി വർഷങ്ങളായുള്ള കുടുംബ ബന്ധമാണ് തൃഷയെ ആ മുൻനിരയിൽ എത്തിച്ചതെന്നും കരുതാം. എന്നാൽ തമിഴകത്തിന്റെ രാഷ്ട്രീയത്തിന്റെ ചരിത്രവും അവിടുത്തെ സവിശേഷമായ മനഃശാസ്ത്രവും അറിയുന്ന രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇതിനെ വെറും ഒരു യാദൃശ്ചിക സൗഹൃദമായി മാത്രം പൂർണ്ണമായി തള്ളിക്കളയാൻ സാധിക്കില്ല. കാരണം തമിഴ് രാഷ്ട്രീയത്തിൽ ഔദ്യോഗിക വേദികളിൽ പങ്കുവെക്കപ്പെടുന്ന ഓരോ സീറ്റും ഓരോ നോട്ടവും വലിയ രാഷ്ട്രീയ സന്ദേശങ്ങളായി മാറിയ ചരിത്രമാണുള്ളത്. സിനിമയും ഭരണകൂടവും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞു പോകുന്ന തമിഴ് മണ്ണിൽ ഓരോ പൊതുവേദിയിലെ സാന്നിധ്യവും കൃത്യമായി കണക്കുകൂട്ടിയ രാഷ്ട്രീയ പ്രതിച്ഛായ നിർമ്മിതിയുടെ ഭാഗമാണെന്ന വിലയിരുത്തലുകൾ സജീവമാണ്. വെള്ളിത്തിരയിലെ ജനപ്രിയ കൂട്ടുകെട്ടുകൾ ഭാവിയിൽ രാഷ്ട്രീയത്തിന്റെ പുതിയ സഖ്യങ്ങളോ അല്ലെങ്കിൽ ജനപിന്തുണ ഉറപ്പിക്കാനുള്ള പുതിയ മാർഗങ്ങളോ ആയി മാറുമോ എന്ന വലിയ ചോദ്യമാണ് ഉയരുന്നത്. ഒരു ജനപ്രിയ താരത്തിന്റെ അരികിൽ മറ്റൊരു ജനപ്രിയ താരം നിൽക്കുമ്പോൾ അത് സൃഷ്ടിക്കുന്ന പോസിറ്റീവ് വൈബും ഫാൻ ബേസുകളുടെ ഒത്തുചേരലും രാഷ്ട്രീയത്തിൽ വലിയ സ്വാധീനം ചെലുത്താറുണ്ട്. ചരിത്രം മറ്റൊരു രൂപത്തിൽ ആവർത്തിക്കപ്പെടുകയാണോ അതോ വർഷങ്ങളുടെ സുദൃഢമായ സൗഹൃദത്തിന്റെ സ്വാഭാവികമായ തുടർച്ച മാത്രമാണോ ഇത്? സിനിമയും അധികാരവും സൗഹൃദങ്ങളും ഇഴചേർന്നു നിൽക്കുന്ന തമിഴ്നാടിന്റെ ഈ പുതിയ രാഷ്ട്രീയ സമവാക്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? തമിഴ്നാടിന്റെ പഴയ ചരിത്രം ഇവിടെ വീണ്ടും ആവർത്തിക്കപ്പെടുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് എന്തു തന്നെ ആയാലും ഈ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യുക. ഒപ്പം ന്യൂ ടോക്ക് മീഡിയ എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ്.